ഈ നമ്മുടെ മനുഷ്യന്മാരുടെ മനസ്സ് വായിക്കാന്നൊക്കെ പറഞ്ഞാ അത് ഭയങ്കര പാടല്ലേ? വലിയ പാടാ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ. എന്താ പുരുഷന്മാരുടെ മനസ്സ്? പുരുഷന്മാർ ഞങ്ങൾ മണ്ടന്മാരായതുകൊണ്ട് ഈ ബീച്ചായിട്ട് വായിക്കാൻ പറ്റും. വളരെ സ്ട്രേറ്റ് ഫോർവേഡ്. ഞങ്ങള് സ്ത്രീകള് സ്ട്രേറ്റ് വളരെ സ്ട്രേറ്റ് ഫോർവേഡ്. ഫോർവേഡാ, അതുകൊണ്ടാ പറ്റാത്തത്. അനുഭവിക്കാൻ വയ്യ. അല്ല എന്നാലും ഇപ്പൊ ഷാനിക്കയുടെ ഒക്കെ മനസ്സിൽ എന്തൊക്കെ സീക്രട്ടുകൾ ഉണ്ടാവും അല്ലേ? അതിൽ കുറച്ച് എനിക്കൊരു 15% എനിക്കറിയാം. ബാക്കി പറഞ്ഞില്ലേ? ബാക്കി ബാക്കി 85% ബാക്കി 80% എനിക്കറിയാം. 85% എനിക്കറിയാം. ഓക്കെ, അതുപോലെ ശരത് സാറിന്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാവും? അങ്ങനെ എന്റെ മനസ്സിൽ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. 1-2 ഒക്കെ കാണും. അങ്ങനെയല്ല പിന്നെ എന്തോന്ന് മനുഷ്യൻ. അതെ. അതുപോലെ ഹരിച്ചേട്ടന്റെ മനസ്സില് അത് ലോലനാണെങ്കിലും അതിഭീകര ചിന്തകളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സില്, കുഞ്ഞു മനസ്സില് ഐസ്ക്രീമും ചോക്ലേറ്റും അതൊക്കെ കാണത്തും. എന്റെ മനസ്സില് ഫ്ലൈറ്റും ഒക്കെ ആയിരിക്കും. മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പാടാ, അല്ലേ? അതുപോലെ ഇന്ന് നമ്മുടെയൊക്കെ മനസ്സ് വായിക്കാനും മനസ്സിലാക്കാനും ഒരാളിവിടെ എത്തിയിട്ടുണ്ട്. സൂക്ഷിച്ചോ, ഇന്ന് പലതും പുറത്തെടുക്കും. The one and only talented mentalist Adi. ഹായ്. ഹലോ ആദി ചേട്ടാ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു ഇങ്ങോട്ട് വരണം എന്നൊരു ഇഷ്ടം ഉണ്ടായിരുന്നു മുമ്പേ. ഇപ്പോഴാണ് ആ മനസ്സ് ഞങ്ങൾ വായിച്ചു. അതാണ് ശരത് സർ, യെസ്, ഫാൻ എന്ന് പറയരുതല്ലോ. ബിഗ് അഡ്മയർ ഓഫ് യുവർ വർക്ക്. താങ്ക് യു ആദി. അപ്പൊ ഞങ്ങളുടെ കൂട്ടുകാരെ ഫാൻ. അദ്ദേഹത്തിന് എന്റെ വല്യച്ഛന്റെ പ്രായമില്ല, അപ്പൊ നിങ്ങളെ പോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ആദിച്ചേട്ടനെ വിളിക്കുമ്പോൾ ഇവരെല്ലാരും പേടിച്ചിരിക്കുക. ഓക്കെ, പേടിക്കാന്നില്ല, ഞാൻ നിങ്ങളെല്ലാം കണ്ട് ഇഷ്ടം കൂടാൻ വേണ്ടി വന്നതാണ്. അത്ര വേറൊന്നുമില്ല. ഓക്കെ, ആദിച്ചേട്ടാ ഒരുപാട് ഷോസ് ഒക്കെ ചെയ്തു, വേൾഡ് വൈഡ് ഇങ്ങനെ നടന്ന ഷോസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക. ലാലേട്ടന്റെ കൂടെ ഷോ ചെയ്ത് ലാലേട്ടന്റെ ചെറിയൊരു ശരിക്കും അവിടുന്ന് നടന്നു വരുമ്പോ ഒരു ലാലേട്ടൻ ടച്ച്. ഇൻസോംനിയയിലെ ലാലേട്ടനാണ് എനിക്ക് രൂപപ്പെടുന്നത്. ശബ്ദമുണ്ടോ? ഓക്കെ, അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രേതം എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിലൂടെയാണ് കൂടുതൽ ആൾക്കാർ മെന്റലിസത്തെ കുറിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇപ്പൊ മെന്റലിസം എന്താന്ന് ഇപ്പൊ ഒരുപാട് പേർക്ക് അറിയാം. പക്ഷെ എങ്ങനെയാണ് ആദിച്ചേട്ടൻ ഈ ഒരു സംഭവത്തോട് ഒരു ഇഷ്ടം? 6ാം ക്ലാസ്സിൽ പഠിക്കും. 6ാം ക്ലാസ് വെക്കേഷന് ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ വായിച്ചിട്ട് തുടങ്ങിയ ഇഷ്ടമാണ്. അത് തലയിൽ കയറി. അപ്പൊ പക്ഷെ മെന്റലിസ്റ്റുകളിൽ നിന്നൊന്നും ക്ലെയിം ചെയ്തിട്ട് ആരും ഉണ്ടായില്ല. ഫേക്ക് ക്ലെയിംസ് ഉണ്ടായിരുന്നു. സൈക്കിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് ഫേക്ക് ആയിട്ട് ക്ലെയിം ചെയ്യുന്നവരുണ്ടായിരുന്നു. പിന്നെ ക്ലെയർവോയൻസ് ഒരു ആർട്ടായിട്ട് കൊണ്ടുനടക്കുന്ന വളരെ കുറച്ച് പേര് എത്തിപ്പോയതാണ്. അതിനെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ പോയി ഉള്ള തട്ടിപ്പെല്ലാം പഠിച്ചു. കുറേ തട്ടിപ്പ് പഠിക്കണം. ഇപ്പം ഇല്ലേ, ഒരാൾ നിങ്ങളെ കൈ നോക്കിയിട്ട് ഇത് പറയാം, അല്ലെങ്കിൽ അസ്ട്രോളജി ഇങ്ങനെ നിങ്ങളുടെ ഭാവി പറയാം, അല്ലെങ്കിൽ മൈൻഡ് റീഡ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങളെ കൺവിൻസ് ചെയ്യണ്ടേ. ഇതൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഇങ്ങനത്തെ ഒക്കെ ഈ സയൻസുകളൊന്നുമില്ല, നിഗൂഢ സയൻസുകളൊന്നുമില്ല. അതൊക്കെ ഫേക്കാണ്, മേക്ക് ബിലീഫാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ആളുകളെ കൺവിൻസ് ചെയ്യുന്നത് ഇത് കാണിച്ചിട്ട്, ഈ ആർട്ട് കാണിച്ചിട്ട് എന്നുള്ളത് പഠിക്കാൻ തുടങ്ങി. അതാണ് ഈ തട്ടിപ്പെന്ന് ഉദ്ദേശിച്ചത്. പിന്നെ മാജിക്കും അതിനോടുള്ള കുറെ റിലേറ്റഡ് സബ്ജക്റ്റുകളൊക്കെ പഠിച്ചിട്ട് അതൊരു ആർട്ട് എന്നുള്ള രീതിയിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ വേൾഡ് ടൂർ ഒക്കെ എവിടം വരെ ആയി? ഇത് തുടങ്ങിയതേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ജൂലൈ കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്ലാനുകൾ. അതൊരു വലിയ ടൂറാണ്. അതെ. ഓക്കെ, ശരത് സാർ പേടിയാവണ്ടാ? ചെറിയ തോതിൽ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചോദിച്ചപ്പോഴേ ആദിച്ചേട്ടനോട്. ആദി, സുഖാണോ? നന്നായിട്ട് മനസ്സിൽ. അപ്പൊ ആദ്യം കണ്ടതിൽ കുറെ സന്തോഷം. ആദ്യം നമ്മള് വീഡിയോയിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളു ആദ്യം. അപ്പൊ എന്തൊക്കെയല്ല, അതൊരു ഭീകര സംഭവമാണ്. താങ്ക് യു. അല്ല, താങ്ക് യു പറഞ്ഞത് എല്ലാരും ഭയങ്കര ശ്രദ്ധിച്ചു. ഇല്ല, നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ഒക്കെ എടുത്ത് വലിച്ചു പുറത്തിട്ടാലേ ഞാനിങ്ങനെ നമ്മളെ എടുത്ത് പുറത്തിടും. ആദി ബ്രോ എന്തോ ഞാൻ ഇവിടെ നോക്കി സംസാരിക്കുന്നു. ചെറിയൊരു ഞാൻ പറഞ്ഞു കൊടുക്കില്ല. ഓക്കെ, കണ്ടുപിടിക്കുമായിരിക്കും, പറഞ്ഞു കൊടുക്കില്ല. ഓക്കെ, എന്തൊക്കെയോ ഉണ്ട് കണ്ടുപിടിക്കാനല്ലേ. ഇപ്പൊ നോക്കിയിട്ട് എന്താ തോന്നുന്നേ ആദിച്ചേട്ടന്? അല്ല, ഇപ്പൊ നമ്മള് വെറുതെ കള്ളം പറിച്ചതല്ല. ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എന്തെങ്കിലും എന്റെ സബ്ജക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യേണ്ടി വരുന്നുള്ള ധാരണയൊക്കെ കൊണ്ട് തന്നെയാണ് വന്നത്. ഐ ഹാവ് സംതിങ് ഇൻ മൈൻഡ്. നമുക്ക് സമയമാകുമ്പോ അല്ലേ. അപ്പൊ ആദിച്ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം ബ്രോ. താങ്ക് യു. വെൽക്കം.